Assalamu alaikum, dear students. This is the first class of Maths for you. Now you are in 10th standard. Be serious on studies, okay? Then moving to textbook, we have total two parts for you, two textbooks. In the first part, you have 6 chapters, and our first chapter is arithmetic sequences. What is the name of the first chapter? Arithmetic sequences. So, before telling what is arithmetic sequence or number sequence, I will show one example. Consider four squares of length 1 centimeter, 2 centimeter, 3 centimeter and 4 centimeter. First നമുക്കൊരു 4 സ്ക്വയർ കൺസിഡർ ചെയ്യണം. എന്നിട്ട് ഏതൊക്കെ ലെങ്തിൽ വരുന്ന 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ ഒരു സൈഡ് ലെങ്ത് വരുന്ന 4 സ്ക്വയർ നമുക്ക് കൺസിഡർ ചെയ്യണം. സ്ക്വയർ എന്താണെന്ന് അറിയാമല്ലോ, 4 sides and all the sides were equal. Then first we want to find the perimeter of these 4 squares. അല്ലേ, നമുക്ക് ആദ്യം ഇതിൻ്റെ perimeters കണ്ടുപിടിക്കാം. Perimeters, then its perimeters are എന്ത് വരും? എന്താണ് ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ ആണെന്ന് ഇക്വേഷൻ വി ഓൾ നോ. വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ? 4 ഇൻറ്റു സൈഡ് അല്ലേ. 4 ഇൻറ്റു സൈഡ് ആണ് ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണുന്ന ഇക്വേഷൻ. സോ 4 ഇൻറ്റു സൈഡ് ഈസ് ഫസ്റ്റ് വിൽ ബിക്കം 4 ഇൻറ്റു 1 സെൻറ്റിമീറ്റർ അല്ലേ. അന്നേരം എന്ത് വരും? 4 സെൻറ്റിമീറ്റർ. ദെൻ second in the second square the length of the side is 2 centimeter, then the perimeter becomes 2 into 4 അല്ലെങ്കിൽ 4 into 2 8 centimeter. Then moving to the third square, the perimeter of this square is 4 into 3, that is 12 centimeter. And moving to the last square, the it has 4 centimeter length, and what is the perimeter of square? Perimeter of that square is 4 into 4, that is 16 centimeter. Then look at the board. The perimeters become 4, 8, 12, 16. Did you see any speciality in these numbers? എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ നമ്പേഴ്സിൽ കാണുന്നുണ്ടോ? Yes, it is the multiples of all were the continuous multiples of 4. 4ൻ്റെ കണ്ടിന്യൂസ് മൾട്ടിപ്പിൾസ് അല്ലേ വരുന്നത്. നോക്കിക്കേ, 4 1s are 4, 4 2s are 8, 4 3s are 12, 4 4s are 16. Okay. Then now I am going to find the area of the squares. Area where എങ്ങനെ വരും? 1 centimeter. എന്താണ് ഒരു സ്ക്വയറിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ? The equation for finding the area of a square is side into side അല്ലേ. സൈഡ് ഇൻറ്റു സൈഡ് ആണ് ഒരു സ്ക്വയറിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ. സോ സൈഡ് ഇൻറ്റു സൈഡ്. സോ ദിസ് വിൽ ബിക്കം 1 into 1 അല്ലേ. ഏരിയ 1 സെൻറ്റിമീറ്റർ ലെങ്ത് വരുന്ന സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെയാണ്? 1 into 1, ദാറ്റ് ഈസ് 1 centimeter. Then 2 into 2, 2 centimeter. Then 3 into 3, 9 centimeter. Then 4 into 4 എന്താണ്? 16 centimeter. Then did you see any speciality in these 4 numbers? Look at the board. Any speciality did you find in these numbers? ഇതിനകത്ത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇത് നമുക്ക് 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് കിട്ടി അല്ലേ. ഈ നമ്പേഴ്സ് നോക്കിക്കേ. 2 into 2 4 centimeter. 1 4 9 16. ഇത് നോക്കിക്കേ, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലേ. 1ൻ്റെ സ്ക്വയർ എടുത്താൽ എത്രയാണ്? 1. 2ൻ്റെ സ്ക്വയർ 4. കണ്ടിന്യൂസ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ വന്നിരിക്കുന്നത്. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ
9, 4 സ്ക്വയർ 16 അങ്ങനെ പോകുന്നു. അപ്പോൾ കണ്ടിന്യൂസ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ നമുക്ക് ഏരിയ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയത്. സോ ഇതൊരു പാറ്റേണിലാണ് പോയിരിക്കുന്നത് അല്ലേ. ഇവിടെ ഒരു പാറ്റേണിൽ പോയിട്ടുണ്ട്. 1 2 3 എന്ന് പോയി. ഇതൊരു മൾട്ടിപ്പിൾസ് 4ൻ്റെ മൾട്ടിപ്പിൾസ് കിട്ടി. അതും ഒരു സ്പെഷ്യൽ പാറ്റേണിലാണ്, ഒരു നമ്പർ പാറ്റേണിൽ പോയിരിക്കുന്നത്. ഇതും 1 4 9 നോക്കിയാൽ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ പാറ്റേണിൽ പോകുന്നു. അങ്ങനെ ഒരു നമ്പർ പാറ്റേണിൽ എഴുതുന്ന ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇങ്ങനെ പറഞ്ഞു പോകാവുന്ന ഒരു നമ്പർ പാറ്റേണിൽ എഴുതുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. സോ വോട്ട് യു മീൻ ബൈ നമ്പർ സീക്വൻസ്? എ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് റിട്ടൺ ആസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എക്സെട്ര സോ ഓൺ അക്കോർഡിംഗ് ടു എ പർട്ടിക്കുലർ റൂൾ. ഒരു പർട്ടിക്കുലർ റൂൾ അനുസരിച്ചിട്ട് നമ്മൾ ഈ നമ്പേഴ്സ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ ഒരു സീക്വൻസിൽ അങ്ങനെ ഒരു പാറ്റേണിൽ എഴുതുന്നതിനാണ് നമ്പർ പാറ്റേൺ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ, നമ്പർ പാറ്റേൺ. ദെൻ വി ആർ മൂവിങ് ടു find some exercises. I am going to show some exercises of this number sequence. Okay. എക്സസൈസ് പേജ് നമ്പർ, ടെക്സ്റ്റിലെ പേജ് നമ്പർ 10ലുള്ള ഫസ്റ്റ് എക്സസൈസ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് ഉള്ളവർ ടെക്സ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ എക്സസൈസിൻ്റെ ഫോട്ടോസ് ഞാൻ വാട്സപ്പിലൂടെ അയച്ചു തരാം. സോ ഫസ്റ്റ് എക്സസൈസ്, make the following number sequences from the sequence of equilateral triangles, squares, regular pentagon and so on of regular polygons. അതിനകത്തൊരു ഒരു 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്പർ സീക്വൻസ് എഴുതുമ്പോഴത്തേക്കും ഈ ഒരു ഓർഡറിലായിരിക്കണം അത് പോകുന്നത്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെത് ആദ്യം, സ്ക്വയറിൻ്റെ സെക്കൻഡ്, ആൻഡ് തേർഡ് റെഗുലർ പെൻറ്റഗൺ, ആൻഡ് നെക്സ്റ്റ് സോൺ മീൻസ് റെഗുലർ പോളിഗണിൽ റെഗുലർ പെൻറ്റഗൺ കഴിഞ്ഞ അടുത്ത് എത്രയാണ് വരുന്നത്? റെഗുലർ ഹെക്സഗൺ, റെഗുലർ ഹെപ്റ്റഗൺ, അങ്ങനെ പോകും അല്ലേ. സോ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഈസ് number of sides. ഈ നമ്പർ സീക്വൻസ്, വി വോണ്ട് ടു റൈറ്റ് ദ നമ്പർ സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദീസ് റെഗുലർ പോളിഗൺസ് അല്ലേ. എങ്ങനെയാണ് നമ്പർ ഓഫ് സൈഡ്സ് എഴുതുന്നത്? എങ്ങനെ എഴുതും? നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? We know that what is the number of sides of equilateral triangle? 3 sides അല്ലേ. സ്ക്വയേഴ്സിന് എത്ര സൈഡ്സ് ഉണ്ട്? 4. ആൻഡ് റെഗുലർ പെൻറ്റഗൺ, പെൻറ്റഗൺ എന്ന് പറയുന്നത് 5 സൈഡഡ് ഫിഗറിനല്ലേ പെൻറ്റഗൺ എന്ന് പറയുന്നത്. സോ 5. ദെൻ നെക്സ്റ്റ് രണ്ടെണ്ണം കൂടെ നമുക്ക് എഴുതാം. റെഗുലർ പെൻറ്റഗൺ കഴിഞ്ഞാൽ അടുത്ത എത്ര? റെഗുലർ ഹെക്സഗൺ, അതിന് എത്ര നമ്പർ ഓഫ് സൈഡ്സ് ഉണ്ട്? 6. ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് റെഗുലർ ഹെപ്റ്റഗൺ. റെഗുലർ ഹെപ്റ്റഗൺ എത്ര നമ്പർ ഓഫ് സൈഡ്സ് ഉണ്ട്? ഇറ്റ് ഹാസ് 7 സൈഡ്സ്. സോ അങ്ങനെ പോകും.
എക്സെട്ര. ഇപ്പം നോക്കിക്കേ, ഇതൊരു നമ്പർ സീക്വൻസ് അല്ലേ, 3 4 5 6 7 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഈ ഓർഡറിലാണ് നമുക്ക് എഴുതേണ്ടത്. മേക്ക് ദ ഫോളോയിങ് നമ്പർ സീക്വൻസസ് ഫ്രം ദ സീക്വൻസസ് ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, പെൻറ്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ലൈക്ക് ദാറ്റ് ഇറ്റ്സ് ഗോയിങ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്പർ ഓഫ് സൈഡ്സ് ആണ് നമുക്ക്, നമ്പർ ഓഫ് സൈഡ്സിൻ്റെ നമ്പർ സീക്വൻസ് ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് സൈഡ്സ്, sequence of number of sides ആണ് നമുക്ക് first we want to find. So that we already got here 3 4 5 6 7 etc. അല്ലേ? അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി. Then we want to find sum of inner angles. നമുക്ക് കണ്ടുപിടിക്കേണ്ട സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ് അല്ലേ? ഏത് ഓർഡറിലാണ് എഴുതേണ്ട? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, പെൻറ്റഗൺ, ലൈക്ക് ദാറ്റ്. ആ ഓർഡറിൽ നമുക്ക് അതിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കണം. വി നോ ദാറ്റ് നമ്മൾ 9ൽ പഠിച്ചതാണ് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഓഫ് എൻ സൈഡ്സ്. ഒരു എൻ സൈഡ്സ് ഉള്ള പോളിഗണിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? n-2 ഇൻറ്റു 180 ഡിഗ്രി. ഇങ്ങനെയാണ് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് n-2 ഇൻറ്റു 180. സോ രണ്ടാമത്തെ ആൻസർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? സീക്വൻസ് ഓഫ് സം ഓഫ് ഇന്നർ ആംഗിൾസ്. സീക്വൻസ് ഓഫ് സം ഓഫ് സീക്വൻസ് ഓഫ് സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഇന്നർ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ സീക്വൻസ് ആണ്. ഏത് സീക്വൻസിൽ പോകണം? ഈ ഓർഡറിൽ പോകണം അല്ലേ? ഫസ്റ്റ് വി വോണ്ട് ടേക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിൻ്റെ സീക്വൻസ് നമ്മൾ ഇവിടെ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. n-2 ഇൻറ്റു 180 ആകുമ്പോഴത്തേക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ട്? 3. 3 - 2 ഇൻറ്റു 180. അപ്പം നമുക്ക് എത്ര കിട്ടും? 3 - 2 1. 1 ഇൻറ്റു 180, ദാറ്റ് ഈസ് 180 ഡിഗ്രി. അപ്പോൾ സീക്വൻസ് ഓഫ് സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ ഫസ്റ്റ് നമുക്ക് കിട്ടി 180 ഡിഗ്രി അല്ലേ? ആ സീക്വൻസിലെ ഫസ്റ്റ് നമ്പർ നമുക്ക് കിട്ടി. ഇറ്റ് ഈസ് 180 ഡിഗ്രി. ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ്. നെക്സ്റ്റ് ഈസ് സ്ക്വയർ. വി നോ ദാറ്റ് ദ സ്ക്വയർ ഹാവ് 4 സൈഡ്സ് ആൻഡ് 4 - 2 ഇൻറ്റു 180. That means 2 into 180. That is 360 degree. So we got the second number in this sequence, that is 360 degree. Then moving to the next. Next number of sides എത്ര ആണ്? pentagon. The pentagon, regular pentagon has 5 sides. So 5 - 2 into 180. That is 3 into 180. 3 into 180 എത്ര ആണ് കിട്ടുന്നത്? 3 into 180 is 540 degree. അല്ലേ? So we got the third number also 540. ഇനി നെക്സ്റ്റ് സൈഡ് ഈസ് 6 അല്ലേ? 6 സൈഡഡ് പോളിഗണിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കും? 6 - 2 ഇൻറ്റു 180. ദാറ്റ് ഈസ് 4 ഇൻറ്റു 180. 4 into 180 എത്രയാണ് കിട്ടുന്നത്? ഇറ്റ് ഈസ് 720. So 720 degree. So we got that number also in the number sequence. Then one more is there, 7 sided polygon number of sides in sum of inner angles കണ്ടുപിടിക്കണം. 7 sided 7 number of sides ഉണ്ട്. 7 - 2 into 180, that is 5 into 180. We know that 5 into 180 is 900. So 900, so on. അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? നമ്പർ ഓഫ് സൈഡ്സ് നമ്പർ സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സ്ക്വയറിൻ്റെ എല്ലാം സൈഡ്സ് എഴുതി 3 4 5 6 etc. അങ്ങനെ പോവും. Then we are moving to sum of inner angles. Sum of inner angles in the sequence ആണ്. അപ്പോൾ sequence of sum of inner angles കാണണമെങ്കിൽ
ഒരു പോളിഗണിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എങ്ങനെ ഫൈൻഡ് ചെയ്യുമെന്ന് കണ്ടുപിടിക്കണം. സോ ദ ഇക്വേഷൻ ഈസ് n-2 × 180. സോ വി ഗോട്ട് ഫസ്റ്റ് എങ്ങനെയാണ് ഈ മൊത്തം സൈഡിൻ്റെയും നമ്മൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിച്ചല്ലേ, എന്നിട്ട് അത് നമ്മൾ സീക്വൻസ് ആയിട്ട് എഴുതി. സോ 2 sub questions over. Then moving to the next. If you have any doubt, please contact me through WhatsApp. Next sub question C. We want to find sum of outer angles. Sum of outer angles. So, sum of the outer angles of all regular polygon is 360 degree. അല്ലേ, ഏതൊരു പോളിഗൺ എടുത്താലും ഏതൊരു റെഗുലർ പോളിഗൺ എടുത്താലും അതിൻ്റെ സം ഓഫ് ഔട്ടർ ആംഗിൾ എന്തായിരിക്കും? 360 ഡിഗ്രി. സോ ഹൗ വിൽ യു റൈറ്റ് ദ സീക്വൻസ് ഓഫ് സം ഓഫ് ഔട്ടർ ആംഗിൾ? എന്തായിരിക്കും? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ എങ്ങനെ ആയിരിക്കും? 360 ഡിഗ്രി. So moving to the square, it is also 360 degree. Then moving to pentagon, it is also 360 degree. Then moving to hexagon, 360 degree. Heptagon, 360 degree, etc. It's going. Okay, so the sum of the outer angles of all the polygon is 360 degree. Then moving to sub question D. We want to find one inner angle. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? തന്നിരിക്കുന്ന പോളിഗണിന്റെ ഒരു സം ഓഫ് ദ ഇന്നർ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വൺ ഇന്നർ ആംഗിൾ എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. വി നോ ദാറ്റ് മെഷർ ഓഫ് വൺ ഇന്നർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വൺ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കുന്നത് സം ഓഫ് ദ ആംഗിൾസ് ഡിവൈഡഡ് ബൈ n. സം ഓഫ് ദ ആംഗിളിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വൺ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ എങ്ങനെയായിരുന്നു? ആദ്യത്തെ ഇന്നർ ആംഗിൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? സമ്മ് കിട്ടിയത് 180. അപ്പോൾ 180 ഡിവൈഡ് ബൈ 3. ആദ്യത്തെ നമ്മൾ 180നെ സീക്വൻസ് ഓഫ് വൺ ഇന്നർ ആംഗിൾ അതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സീക്വൻസ് ഓഫ് വൺ ഇന്നർ ആംഗിൾ. സീക്വൻസ് ഓഫ് വൺ ഇന്നർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? സം ഓഫ് ദ ആംഗിൾ ഡിവൈഡ് ബൈ n ആണ്. അപ്പോൾ ആദ്യത്തെ ഇതിൻ്റെ നമുക്ക് സം ഓഫ് ദ ആംഗിൾ 180 ആണ് എഴുതുന്നത്. അപ്പോൾ 180 ഡിവൈഡ് ബൈ 3 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 180നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടും അല്ലേ? അപ്പം സീക്വൻസിൽ ഫസ്റ്റ് വൺ ഇന്നർ ആംഗിൾ എങ്ങനെ കിട്ടി? 60 ഡിഗ്രി. ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് ഓഫ് എ സ്ക്വയർ ഈസ് വി ഗോട്ട് 360 ഡിഗ്രി. അപ്പോൾ 360നെ നമുക്ക് എന്തോ നമ്പർ ഓഫ് സൈഡ്സ് നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സ്ക്വയറിൻ്റെ സൈഡ് 4 ആണ്. അപ്പോൾ 360നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? Yes, 90 degree. Then moving to the next sum of the inner angles of a pentagon. Regular pentagon എത്രയായിരുന്നു? 540 ആയിരുന്നു. 540നെ നമുക്ക് എത്ര കൊണ്ടാണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 72 ഡിഗ്രി കിട്ടും. Then moving to the next sum of പെൻറ്റഗൺ കഴിഞ്ഞ അടുത്ത ഹെക്സഗൺ. ഹെക്സഗണിന് സം ഓഫ് സൈഡ്സ് എത്രയായിരുന്നു? 720 ആയിരുന്നു. 720നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 60 ഡിഗ്രി കിട്ടും. ലൈക്ക് ദാറ്റ് ഈസ് ഗോയിങ്. ഓക്കെ, അപ്പോൾ സബ് ക്വസ്റ്റ്യൻ സി എന്തായിരുന്നു? സബ് ക്വസ്റ്റ്യൻ സി എന്തായിരുന്നു? സം ഓഫ് ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കണം. ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കുന്ന എല്ലാത്തിൻ്റെയും ഏതൊരു പോളിഗൺ എടുത്താലും അതിൻ്റെ ഔട്ടർ ആംഗിൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് 360 ഡിഗ്രി. ദെൻ മൂവിങ് ടു
one inner angle. We want to find the sequence of one inner angle of these polygons. How will you find one inner angle? One inner angle is equal to sum of the inner angles divided by divided by number of sides n. Sum of the inner angles നമ്മൾ സബ് ക്വസ്റ്റ്യൻ ബിയിൽ ഓൾറെഡി കണ്ടുപിടിച്ചു. അതിനെ നമുക്ക് ആ ഒരു പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൺ ഇന്നർ ആംഗിൾ കിട്ടും. അപ്പോൾ നമ്മൾ സബ് ക്വസ്റ്റ്യൻ ഡിയും ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സബ് ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ ഇ. വൺ ഔട്ടർ ആംഗിൾ. വൺ ഔട്ടർ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇതുപോലെ തന്നെ സം ഓഫ് ഔട്ടർ ആംഗിൾ, അതായത് സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ എന്താണ്? 360 ആണ്. 360നെ നമ്പർ ഓഫ് സൈഡ്സ് n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സീക്വൻസ് ഓഫ് വൺ ഔട്ടർ ആംഗിൾ കിട്ടും. അപ്പം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വി വോണ്ട് ടു ഫൈൻഡ് സീക്വൻസ് ഓഫ് വൺ ഔട്ടർ ആംഗിൾ. സീക്വൻസ് ഓഫ് വൺ ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് 360 കൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 ഡിഗ്രി അല്ലേ? 360നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 120 ഡിഗ്രി അല്ലേ? യു ഗോട്ട് 120 ഡിഗ്രി. ദെൻ നെക്സ്റ്റ് 360നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 90 ഡിഗ്രി. ദെൻ 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 72 ഡിഗ്രി. ദെൻ 60 ഡിഗ്രി ഇങ്ങനെ പോകും. ഓക്കെ, here it is 108 degree and 120 degree. A small mistake in this. Then so we got sequence of one outer angle എന്ന് പറയുന്ന ഫസ്റ്റിൻ്റെ 120 ഡിഗ്രി കിട്ടി, 90 ഡിഗ്രി കിട്ടി, 72 ഡിഗ്രി കിട്ടി ആൻഡ് 60 ഡിഗ്രി. സോ ദീസ് വേർ ദ സബ് ക്വസ്റ്റ്യൻസ്. എന്താണ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ എന്തുവാണ് ചെയ്തത്? നമ്പർ സീക്വൻസ് തന്നിരിക്കുന്ന ഒരു സീരീസ് ഓഫ് അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺസ് തന്നായിരുന്നു ക്വസ്റ്റ്യനിൽ. അതിൻ്റെ നമ്പർ ഓഫ് എന്താണ്? നമ്പർ സീക്വൻസ് ഓഫ് ദാറ്റ് സീക്വൻസ് ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ, റെഗുലർ ഹെക്സഗൺ, ലൈക്ക് ദാറ്റ് റെഗുലർ പോളിഗൺസിൻ്റെ അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ്. ആദ്യം നമ്മൾ നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിച്ചു, ദെൻ സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ സീക്വൻസ് കണ്ടുപിടിച്ചു, ദെൻ സം ഓഫ് ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിച്ചു, ദെൻ വൺ ഇന്നർ ആംഗിൾ സീക്വൻസ് കണ്ടുപിടിച്ചു, ദെൻ വൺ ഔട്ടർ ആംഗിൾ സീക്വൻസ് കണ്ടുപിടിച്ചു. ഇതുപോലെ ഒരു 5 സബ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് നമ്പർ സീക്വൻസ് ആണ്. എന്താണ് നമ്പർ സീക്വൻസ് എന്ന് പറഞ്ഞത്? സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് വി ആർ റിട്ടൺ ആസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എക്സെട്ര സോ ഓൺ according to their a particular rule. It is called number sequence. Then we done only one exercises today we done. You have to write it in your note. Do it well. Okay, so this class is over. Assalamu alaikum.